2014 ശേഷം ചൈന അതിർത്തിയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള ബജറ്റ് ഗണ്യമായി ഉയർന്നു എന്ന് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു കഴിഞ്ഞു. ഇതിനു പിന്നിൽ ആഴത്തിലുള്ള ചില വസ്തുതകൾ കൂടിയുണ്ട്. 1962 യുദ്ധത്തിൽ നിന്ന് ഇന്ത്യ അന്നേ പാഠം പഠിക്കേണ്ടതായിരുന്നു. 2014 അതിർത്തിയിൽ ഇന്നുള്ള സ്ഥിതി ആയിരുന്നില്ല. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷം ചൈനയുമായുള്ള അതിർത്തിയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള ഇന്ത്യയുടെ ബജറ്റ് ഗണ്യമായി വർദ്ധിപ്പിച്ചതായിട്ടാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറയുന്നത്. എസ് ജയശങ്കറിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: 1962 യുദ്ധത്തിൽ നിന്ന് ഇന്ത്യ പാഠം പഠിക്കേണ്ടതായിരുന്നു. എന്നാൽ 2014 വരെ അതിർത്തിയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഒരു പുരോഗതിയും ഉണ്ടായില്ല. മോദി സർക്കാർ അതിനുള്ള ബജറ്റ് 3500 കോടി രൂപയിൽ നിന്ന് 14,500 കോടി രൂപയായി ഉയർത്തിയെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. ചൈന ഇന്ത്യയുടെ അയൽരാജ്യമാണ്. ഇത് ചൈനയോ മറ്റേതെങ്കിലും അയൽക്കാരോ ആകട്ടെ, പക്ഷേ അതിർത്തി സുരക്ഷിതമാക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരു വെല്ലുവിളി തന്നെയാണ്. ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുന്നില്ല എങ്കിൽ നമ്മൾ വീണ്ടും തെറ്റുകൾ വരുത്തിക്കൊണ്ടേയിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. 1950 ചൈന ടിബറ്റ് പിടിച്ചടക്കി. അന്നത്തെ ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് കത്തെഴുതി. ചൈനയോടുള്ള ഇന്ത്യയുടെ നയത്തിൽ താൻ വളരെയധികം അസ്വസ്ഥനാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ചൈനയുടെ ഉറപ്പുകൾ ഇന്ത്യ മുഖവിലക്കെടുക്കരുത് എന്ന് പട്ടേൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്നാൽ നെഹ്റു ആ ആശങ്കകൾ തള്ളിക്കളയുകയും ചൈനക്കാർ ഏഷ്യൻ ജനതയാണെന്നും ഇന്ത്യയോട് യാതൊരു വിരോധവും പുലർത്തുന്നില്ല എന്നും അദ്ദേഹം അവകാശപ്പെട്ടു. പക്ഷേ ചൈന ചെയ്തത് എന്താണ് എന്നുള്ളത് ചരിത്രം അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇന്ത്യയെ ആക്രമിക്കാൻ ചൈന ഹിമാലയം കടന്നു വരുന്നത് അസാധ്യമാണെന്ന നെഹ്റുവിന്റെ ആത്മവിശ്വാസം വെറുതെയായിപ്പോയി. പട്ടേൽ പ്രായോഗികവും അടിത്തറയുള്ളതും യാഥാർത്ഥ്യബോധമുള്ളതുമായ മനുഷ്യനായിരുന്നപ്പോൾ നെഹ്റു ആദർശവാദിയും ഇടതുപക്ഷക്കാരനുമായിരുന്നുവെന്നാണ് എസ് ജയശങ്കർ അഭിപ്രായപ്പെടുന്നത്. ഇത് എന്തുകൊണ്ട് ഇപ്പോൾ പറയുന്നു എന്ന ചോദ്യത്തിന് ജയശങ്കർ പറയുന്നത് ഇങ്ങനെയാണ്: ചൈനയുമായി ഓരോ തവണയും നമുക്ക് യാഥാർത്ഥ്യബോധമുള്ളതും അടിസ്ഥാനപരവും പ്രായോഗികവുമായ നയമാകണം ഉണ്ടാകേണ്ടത് എന്നതാണ്. 1957 മുതൽ 62 വരെ ചൈന റോഡ് പണിയുകയും യുദ്ധത്തിന് തയ്യാറെടുക്കുകയും ചെയ്യുമ്പോൾ ഇന്ത്യ ചേരിചേരാത്ത രാജ്യമാണെന്നും ചൈന പാശ്ചാത്യ രാജ്യമല്ലെന്നും ചിന്തിക്കുന്ന തിരക്കിലായിരുന്നു ഇന്ത്യൻ സർക്കാർ. ഇരു രാജ്യങ്ങൾക്കും പ്രത്യയശാസ്ത്രപരമായ ബന്ധമുണ്ടെന്നും തുടങ്ങിയ വാദങ്ങളായിരുന്നു അന്നത്തെ സർക്കാർ നിരത്തിയത്. 62 യുദ്ധത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളണമായിരുന്നു. അതിർത്തിയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നമുക്ക് മുന്നേറണമായിരുന്നു. എന്നാൽ 1962 മുതൽ 2014 വരെ ചൈനയുമായുള്ള അതിർത്തിയിൽ ഒരു പുരോഗതിയും വരുത്തരുത് എന്നായിരുന്നു അന്നത്തെ സർക്കാരിന്റെ ചിന്ത എന്ന് തോന്നിപ്പോകും. പക്ഷേ ഇപ്പോഴത്തെ സർക്കാർ ഒരുപാട് ദൂരം മുന്നോട്ട് സഞ്ചരിച്ചു എന്നാണ് എസ് ജയശങ്കർ പറയുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ചൈന അതിർത്തിയിൽ പുതിയ തുരങ്കങ്ങളും റോഡുകളും പാലങ്ങളും ഒക്കെ നിർമ്മിക്കപ്പെട്ടു എന്നത് ഓർക്കണം. 1962 ചൈനക്കാർ എത്തിയിടത്താണ് സെല ടണൽ നിർമ്മിച്ചത് എന്നതും അഭിമാനപൂർവ്വം എടുത്തു പറയണം. വാക്സിനുകൾ നിർമ്മിക്കാൻ ചാന്ദ്രയാൻ, പാലങ്ങൾ നിർമ്മിക്കൽ, തുരങ്കങ്ങൾ നിർമ്മിക്കൽ, 5G സ്റ്റോക്ക് സൃഷ്ടിക്കൽ, ഇവയെല്ലാം ഇന്ത്യയുടെ മികവുറ്റ നേട്ടങ്ങളാണ്. ചൈനയുമായി കടുത്ത മത്സരവും പ്രതിരോധവും ഇന്ത്യ പുലർത്തുന്നത് വെറുതെയല്ല. ചൈന ആരാണ് എന്ന തിരിച്ചറിവാണ് അതിനു പിന്നിൽ. എല്ലാ കാലവും അതിർത്തികൾ ഒരു സംഘട്ടനവുമില്ലാതെ സുസ്ഥിരമാകണമെന്നാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. എന്നാൽ ചൈന അത്തരത്തിലല്ല ആഗ്രഹിക്കുന്നത് എന്നത് വ്യക്തമാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാറുകൾ പാലിക്കേണ്ടതുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. കോവിഡ് പാൻഡമിക് സമയത്ത് അനുമതിയില്ലാതെ 5000-ൽ കൂടുതൽ സൈനികരെ, വലിയ ആയുധങ്ങളെയും ഒക്കെ യഥാർത്ഥ നിയന്ത്രണ രേഖയിലേക്ക് കൊണ്ടുവരില്ല എന്ന ധാരണ ചൈന ലംഘിച്ചിരുന്നു. അത് മറക്കാൻ കഴിയില്ല. പക്ഷേ ഇന്ത്യയുടെ സമയോചിതമായ ഇടപെടൽ ചൈനയ്ക്ക് വലിയ തിരിച്ചടിയായിരുന്നു. അതിർത്തിയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതുവരെ ഇന്ത്യ ശക്തമായ പോരാട്ടം തന്നെയാകും കാഴ്ചവെക്കുക. ചൈന ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തങ്ങൾ ആ സമ്മർദ്ദത്തിനെതിരെ നിലകൊള്ളും. അതാണ് ഇന്ത്യയുടെ കരുത്ത് എന്നാണ് എസ് ജയശങ്കർ ഉറപ്പിച്ചു പറയുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചൈനയുമായുള്ള ബന്ധം സുപ്രധാനവും പ്രാധാന്യമർഹിക്കുന്നതുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ അടുത്ത് പറഞ്ഞിരുന്നു. നമ്മുടെ ഉഭയകക്ഷി ഇടപെടലുകളിലെ അസാധാരണതകൾ പരിഹരിക്കുന്നതിന് അതിർത്തിയിലെ നീണ്ടു നിൽക്കുന്ന സാഹചര്യം അടിയന്തരമായി പരിഹരിക്കേണ്ടതുണ്ടെന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്നത്. പക്ഷേ അതിനോടൊപ്പം തന്നെ പലതും ചേർത്തു വായിക്കേണ്ടതുണ്ട്. ആരാണ് ചൈന, ചൈനയുടെ പ്രവർത്തികൾ എങ്ങനെയാണ് എന്ന്. ഇന്ത്യയുടെ സമാധാനമായ പ്രവർത്തികൾക്കൊപ്പം ചൈന നിന്നാൽ ചൈനയ്ക്ക് കൊള്ളാം, അല്ലാത്ത പക്ഷം ശക്തമായ പ്രതിരോധം തന്നെയായിരിക്കും ഇന്ത്യ അതിർത്തിയിൽ തീർക്കുക. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.